ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നേക്ക് 1 മാസം ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയെന്നുള്ള ക്വസ്റ്റ്യൻ ബാൻ ചെയ്ത് വെക്കാണ്. കാരണം എനിക്ക് ഇപ്പോഴായിരുന്നു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അനിയത്തിയുടെ പേജിൽ, അതായത് ഹെന്ന ഹാൻഡ് 16 എന്ന് പറഞ്ഞ ആളുടെ ഹെന്ന പേജിൽ 10K ഫോളോവേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ചെറിയൊരു കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. വേറെ എവിടെയല്ല ലൊക്കേഷൻ, നമ്മൾ പോകുന്നത് നമ്മുടെ വർക്കല ബീച്ചിലാണ്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ചെറിയ ഫംഗ്ഷൻസിനൊക്കെ നമ്മളെപ്പോഴും യൂഷ്വലി പോകാറുള്ള സ്ഥലം അത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതാ എല്ലാവരും സെറ്റായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന പെട്രോൾ പമ്പിലാണ്. അപ്പോൾ പമ്പിൽ കയറിയിട്ട് പെട്രോളൊക്കെ ഫില്ല് ചെയ്തിട്ടായിരുന്നു നമ്മൾ പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലൊക്കേഷൻ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. നമ്മളവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്ന എലിക്സിർ എന്ന് പറയുന്ന ഒരു റിസോർട്ടിലായിരുന്നു. അപ്പം വലിയ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് നമ്മളെ ഫാമിലിയും അതേപോലെ തന്നെ എൻ്റെ അനിയത്തിൻ്റെ വുഡ്ബിയും കൂടി ചേർന്നിട്ട് ജസ്റ്റ് ഒരു ചെറിയ കേക്ക് കട്ടിങ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാ നമ്മൾ എലിക്സിർ എത്തിയിട്ടുണ്ട്. അപ്പോൾ മോന് വഴിയിലിരുന്ന് ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ വെച്ച്. അങ്ങനെ ആളെ എടുത്തിട്ട് ഇതാ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വർക്കല പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു എലിക്സിൽ ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അടിപൊളി ആംബിയൻസ് ആയിരുന്നു. കാരണം കയറി ചെന്ന സമയത്ത് തന്നെ ആ ഒരു വൈബ് ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ്. നമുക്കൊരു ഈവനിങ് ഫംഗ്ഷനോ അങ്ങനെ എന്ത് പരിപാടിക്കാണെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു റിസോർട്ടാണിത്. അങ്ങനെ നമ്മൾ നേരെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്പോട്ടിലോട്ട്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹൈസൂനെ തറയിൽ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം കുറേ നേരം എടുത്തുകൊണ്ട് നടക്കുക എന്ന് പറയുന്ന വലിയൊരു ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് താഴോട്ട് ബീച്ചിലേക്ക് പോകാനൊരു എൻട്രൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ബോർഡ് വെച്ചേക്കുന്നത് ഇതുവഴി നമ്മൾ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് താഴെ ബീച്ചിൽ പോകാൻ പറ്റും. അപ്പോൾ എൻ്റെ മോന് പൊതുവേ ഈ വെള്ളം പേടിയായതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ബീച്ചിലോട്ട് ഇറങ്ങാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ ആൾക്കിപ്പോഴും ഉറക്കമൊന്നും വിട്ടിട്ടില്ല, ചെറിയൊരു മന്ദത ഫേസിൽ ഇപ്പോഴും കാണാൻ പറ്റും. പിന്നെ കുറച്ച് നേരം ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞാൻ ആ സമയം കൊണ്ട് ഇവിടെയുള്ള നല്ല മനോഹരമായ കുറച്ച് കാഴ്ചകളൊക്കെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ അതിനുശേഷം നമ്മളത് ആ കേക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. നമ്മൾ പോയ സമയത്ത് ആക്ച്വലി നോമ്പ് ടൈമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കഴിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് കേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് മാത്രം ഒന്ന് ഹൈസിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളത് പാക്ക് ചെയ്ത് അതേപോലെ തന്നെ തിരിച്ച് വെച്ചായിരുന്നു. എൻ്റെ സിസ്റ്റർ വന്നിട്ട് മെഹന്തി ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആർക്ക് എന്ത് ഫംഗ്ഷൻസിന് മെഹന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾ കോൺടാക്ട് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മൊബൈൽ നമ്പർ കൊടുത്തേക്ക്. അതേപോലെ ആളുടെ ID എന്ന് പറഞ്ഞ ഹെന്ന ഹാൻഡ് 16 എന്നാണ് കേട്ടോ. ഇൻസ്റ്റയിൽ കയറി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നോമ്പ് കുറിക്കാനായിട്ട് ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാജകുമാരിയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്ന സമയത്ത് നമുക്ക് സത്യം പറയാമല്ലോ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പേയ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല, അവരുടെ ഒരു പാർട്ടായിട്ട് അവർ നമുക്ക് നോമ്പ് മുറിക്കുന്ന ടൈമിൽ തന്നെയാണ്. പിന്നെ അതിനുശേഷം കുറച്ചധികം ഫുഡ്സ് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് മൊത്തം ഒന്നും കഴിച്ചിട്ടില്ല. ഒരു ആവേശത്തിന് വാങ്ങിച്ചെങ്കിലും ലാസ്റ്റ് പാഴ്സൽ എടുക്കേണ്ട സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ വേസ്റ്റ് ഒന്നും ആക്കിയിട്ടില്ല, നമ്മളങ്ങനെ കഴിച്ചിട്ടുണ്ട് കേട്ടോ.